ഹായ് ഹായ് ട്രേഡേഴ്സ്. അപ്പോൾ നമുക്കിന്ന് ഗോൾഡിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇന്ന് തിങ്കളാഴ്ച. ഇന്നലെ ഗോൾഡ് താഴേക്ക് വന്ന് 3377 വരെ ഇറങ്ങിയായിരുന്നു. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ അത് വീണ്ടും അവിടുന്ന് ഒരു റിട്രേസ്മെൻ്റ് എടുത്ത് 3076 വരെ പോയായിരുന്നു. അത് 403 വരെയൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും 200 MA അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും മറ്റുമൊക്കെ കാണിക്കുന്നത് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. പക്ഷേ നമ്മളൊന്ന് കരുതിയിരിക്കുക. അതേസമയം ഗോൾഡ് ഇറങ്ങാനും സാധ്യത ഉണ്ട്. ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു ഇറക്കമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. എന്തായാലും ബുള്ളിഷ് തന്നെയാണ് ട്രെൻഡ്. ഓക്കെ, ഡോളറിൻ്റെ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കാം. അതിൽ 0.12% നഷ്ടത്തിലാണ്. ഇപ്പം 98.06. അപ്പോൾ 100 വരെ എത്തിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും പ്രീവിയസ് വീക്കിലൊക്കെ. അതിൻ്റെ മുമ്പത്തെ വീക്കിലൊക്കെ 100 വരെ, ഏകദേശം 100 വരെ എത്തിയായിരുന്നു. പക്ഷേ അത് വീണ്ടും ഇറങ്ങി 98.06 വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുള്ളിഷ് ട്രെൻഡ് ചെയ്യാനാണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റു ന്യൂസുകൾ, പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിനെതിരായിട്ട് വീണ്ടും ട്രംപ് താരിഫ് ഏർപ്പെടുത്തി 25% ഗോൾഡിന്, പ്രത്യേകിച്ച് ഗോൾഡിന്. അപ്പം അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതുള്ളൂ. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ US കയറ്റുമതി, അതായത് അവിടുന്ന് കയറ്റുമതി കുറയ്ക്കുകയാണ് അവർ. അതായത് ഗോൾഡ് ഒരു ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. അതായത് അവർ സെല്ലിന്, അവിടുത്തെ വിൽപ്പനയ്ക്ക് അതായത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അത് ഗോൾഡ് നമ്മൾ റേറ്റിൽ എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ളത് നമുക്കത് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം. ന്യൂസുകൾ നോക്കുകയും അതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് ഇതൊക്കെ നോക്കുകയും ചെയ്താലേ മനസ്സിലാവുള്ളൂ ട്രേഡിങ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾഡ് ഇറക്കുമതി കുറക്കും അവർ. അപ്പം അവിടെ സ്റ്റോക്ക് വരും. ഗോൾഡ് ചിലപ്പോൾ ആവശ്യത്തിന് പുറത്ത് കിട്ടാതാകും. പക്ഷേ അവർ വേറെ മാർക്കറ്റ് നോക്കി അവിടത്തേക്ക് വിൽക്കുകയും ചെയ്യും. അപ്പം എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്, കുറയാണോ കൂടുകയാണോ എന്നുള്ളത് നമുക്ക് കണ്ടാലും അറിയാതെ മനസ്സിലാക്കപ്പെടും. നമുക്കത് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. എങ്കിലും ഇപ്പോഴത്തെ ഇത് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ട്രെൻഡാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇപ്പോഴും 400 മേലെ പോകാനുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് കാണുന്നത്. അത് ടെക്നിക്കൽ അനാലിസിസ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള ഈ RSI പോലുള്ള അനാലിസിസുകളായാലും എല്ലാം, അതുപോലെ തന്നെ ഈ ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ഗോൾഡ് ബുള്ളിഷാണ്, ട്രെൻഡാണ് നോക്കുന്നത്. ബുള്ളിഷ് ട്രെൻഡാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് മറ്റ് ഡോളറുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒന്നുമില്ല. നാളെ കംപ്ലീറ്റ് CPI വരാനിരിക്കുന്നുണ്ട്. CPI മാസത്തിൽ ആദ്യത്തെ സെക്കൻഡ് വീക്ക് എപ്പോഴും ഒരു 11-12 തീയതികളിൽ അങ്ങനെ വരുന്നതാണ് CPI. അപ്പം CPI അനുസരിച്ചിരിക്കും. CPI പോസിറ്റീവാണ് നെഗറ്റീവാണ് നോക്കിയായിരിക്കും ഡോളറിൻ്റെ നമ്മുടെ ഇൻഡെക്സ് റേറ്റ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് CPIനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവർ ഫെഡ് പ്രഖ്യാപിക്കുക. അപ്പം എന്തായാലും നാളെ നമുക്ക് CPI നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പം ഇമീഡിയറ്റ് ലെവല്, ഗോൾഡിൻ്റെ ലെവല് സ്കാൽപ്പേഴ്സിനുള്ളത് ഞാൻ പറയാം. റെസിസ്റ്റൻസ് 3381, അത് കഴിഞ്ഞ് 3386, അത് കഴിഞ്ഞ് 3392. ഇത്രയാണ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് വരുന്നത് 3371, 3368, 3361. ഇത്രയാണ് സ്കാൽപ്പേഴ്സിനുള്ള ഇമ്മീഡിയറ്റ് ലെവൽസ്. അത് കഴിഞ്ഞ് നമുക്ക് ഡേ ട്രേഡേഴ്സിനുള്ള ലെവൽസ് നോക്കാം.
ട്രേഡേഴ്സിന് റെസിസ്റ്റൻസ് 3392 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3450, പിന്നെ 3423. അത് 32 വരെ ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇന്ന് അത്രയും സാധ്യതയില്ലാതെ കാണുന്നത്. 450 ക്രോസ് ചെയ്താലേ ഉള്ളൂ മേലോട്ട് പോകുന്നത് നോക്കണ്ടു. അല്ലെങ്കിൽ പിന്നെ ഈ 3900 ആ ഒരു 3390 ആ റേഞ്ചിൽ നിൽക്കും. പിന്നെ സപ്പോർട്ട് വരുന്നത് 3363, 3344, പിന്നെ 3321 വരെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് ഇന്നത്തെ ഡേ ട്രേഡേഴ്സിനുള്ള ലെവൽസുകൾ. അപ്പം നോക്കുക, നിങ്ങളുടെ പിന്നെ ഇക്വിറ്റി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് നോക്കി ട്രേഡ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ റേഞ്ച് 3321 സപ്പോർട്ടും 3423 അത് ഏകദേശം 100 റേഞ്ച്, 23 റേഞ്ചിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു 400 ബ്രേക്ക് ചെയ്താലേ നോക്കൊണ്ട് വാങ്ങാൻ മേലോട്ട് പോയി, അല്ലെങ്കിൽ മിക്കവാറും ആ 403 റെസിസ്റ്റൻസിലെത്തി കൊണ്ടും ഗോൾഡ് കൊണ്ടും താഴോട്ട് വരും. ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ്. അപ്പോൾ അതൊരു ഞാൻ ഈ പറഞ്ഞ പോലെ 63 പിന്നെ 44 ആ റേഞ്ചൊക്കെ എത്താനും സാധ്യത. അപ്പോൾ അത് നോക്കിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.